ഹായ് ഫ്രണ്ട്സ്, നമുക്ക് അടിപൊളി മത്തങ്ങ പായസം ഉണ്ടാക്കിയാലോ? ഒരു നല്ല മത്തങ്ങ എടുത്ത് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മത്തങ്ങ പീസാക്കാം. അതിന് ശേഷം ഓരോ മത്തങ്ങയുടെ പീസിൽ നിന്നും തൊലിയൊക്കെ നമുക്കൊരു പീലർ കൊണ്ട് ക്ലീൻ ചെയ്തെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് കഴുകി മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ അതിലിട്ട് 4 വിസിലടുപ്പിച്ചെടുക്കാം. ആ സമയത്ത് 1/2 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് മിക്സി അടിച്ചെടുക്കാം. കുക്കർ തുറന്ന് മത്തങ്ങയൊക്കെ നല്ല രീതിയിൽ ഉടച്ചെടുക്കാം. എന്നിട്ട് മറ്റൊരു പാനിലേക്ക് മാറ്റി വെക്കാം. അതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പച്ചരിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 കിലോ ശർക്കര ഉരുക്കി ഇതിനകത്തേക്ക് ഒഴിച്ച് അതും കൂടി മിക്സ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ. അതിനകത്തേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പിടിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ്, നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പിടുന്നത്, ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അത് കൂട്ടത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പായസത്തിൻ്റെ കുറച്ച് കട്ടിയായിട്ടുണ്ട്, അതൊന്ന് ലൂസാക്കാൻ വേണ്ടി ആ കൂട്ടത്തിൽ ഒരു കപ്പ് ചൂട് പാലും ആ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 കപ്പ് ശർക്കരയും കൂടെ ഉരുക്കി ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പായസം ശരിയായിട്ടുണ്ട്. നമുക്കൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. വിഷുവിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് മത്തങ്ങ പായസം. അധികം ചേരുവകളൊന്നുമില്ല. ഈസിയായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.